നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാകാൻ അരവിന്ദ് കെജ്രിവാൾ. പുറത്തിറങ്ങുന്നത് CBI കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകിയതോടെ ആവേശത്തോടെ അനുയായികൾ. ജാമ്യം കടുത്ത ഉപാധികളോടെ. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പോകരുത്. ലഫ്റ്റനന്റ് ജനറലിന്റെ അനുമതിയില്ലാതെ ഫയലുകളിൽ ഒപ്പിടാനാവില്ല. കെജ്രിവാളിന്റെ ജാമ്യവിധിയിൽ CBIക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കൂട്ടിലടച്ച തത്തയല്ലെന്ന് CBI തെളിയിക്കണമെന്ന് ജസ്റ്റിസ് ഫുയാൻ. EDയുടെ കസ്റ്റഡിയിലിരിക്കെയുള്ള CBI അറസ്റ്റ് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി. അനന്തകാലം തടവിലിടുന്നത് ശരിയല്ലെന്നും സുപ്രീം കോടതി. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF MLA-മാർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. ശിവദാസൻ നായർ, MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ വിചാരണ നേരിടേണ്ടതില്ല. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് KK ലതിക, ജമീല പ്രകാശം എന്നിവരുടെ പരാതി. K-ഫോൺ പദ്ധതിയിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്ന് ഹൈക്കോടതി. VD സതീശന്റെ ഹർജി തള്ളി. CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല. CAG റിപ്പോർട്ട് വന്നതിന് ശേഷം നിയമസഭയ്ക്ക് വിശദമായി പരിശോധന നടത്താവുന്നതാണെന്നും കോടതി. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ADGP അട്ടിമറിച്ചെന്നാരോപിക്കുന്ന ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. നാലാമതൊരാൾ കൂടിയുണ്ട് എന്ന ന്യൂസ് 18 വാർത്ത അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. കുടുംബത്തിന്റെ സംശയം അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ട് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിച്ച ആയിരങ്ങൾ. മൃതദേഹം ഡൽഹിയിലെ വീട്ടിലേക്ക് എത്തിക്കും. അന്ത്യോപചാരം അർപ്പിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കളും. ഇൻഡിഗോ വിമാനത്തിലെ യാത്രാ ബഹിഷ്കരണം അവസാനിപ്പിച്ച് EP ജയരാജൻ. യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ EP ഡൽഹിക്ക് പോയത് ഇൻഡിഗോ വിമാനത്തിൽ. ബഹിഷ്കരണത്തെക്കാൾ വലുത് യെച്ചൂരി എന്ന് ജയരാജൻ. വിമാനക്കമ്പനിക്ക് ഒരു കസ്റ്റമറെ കൂടി കിട്ടിയെന്ന് K മുരളീധരന്റെ പരിഹാസം. നല്ലതാണ്, ഇന്ത്യക്ക് ഒരു പാസഞ്ചറിന്റെ കാശ് അധികം കിട്ടുമല്ലോ. അതിലൊന്നും അർത്ഥമില്ല. ഏതെങ്കിലും വിമാന കമ്പനികളോട് യുദ്ധം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമില്ല. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊലപ്പെടുത്തിയത് പ്രതികളായ മാത്യുവും ശർമ്മളയും ചേർന്നെന്ന് പോലീസ്. നെഞ്ചിൽ ചവിട്ടിയും കഴുത്തു ഞെരിച്ചും കൊലയെന്ന് പോലീസ്. അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികളെ ആലപ്പുഴയിലെത്തിച്ചു. ഓണത്തിരക്കിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. ആഘോഷങ്ങൾ അതിരുവിടരുത് എന്ന് ഹൈക്കോടതി. ഫറൂഖ് കണ്ണൂർ കോളേജ് ഓണാഘോഷത്തിനിടെ അപകടകരമായ രീതിയിൽ ഓടിച്ച വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ നിർദ്ദേശം. മദ്യനയ അഴിമതി കേസിൽ 5.5 മാസത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കൂട്ടിലടച്ച തത്തയല്ലെന്ന് CBI തെളിയിക്കണമെന്ന് ജസ്റ്റിസ് ഫുയാൻ വ്യക്തമാക്കി. EDയുടെ കസ്റ്റഡിയിൽ ഇരിക്കെയുള്ള CBI അറസ്റ്റ് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് എന്നും കോടതി നിരീക്ഷിച്ചു. देखिए, ये बहुत बड़ा दिन है, बहुत राहत का दिन है। 5 महीने से
माननीय मुख्यमंत्री दिल्ली की जनता की सेवा नहीं कर पा रहे थे। जिस तरीके से वो अरेस्ट होने की वजह से आज माननीय सर्वोच्च न्यायालय ने बेल ग्रांट कर दी है और अब अरविंद केजरीवाल जी शाम को बाहर आएंगे और दिल्ली की जनता की सेवा में पूरी तरीके से। जो गिरफ्तारी को लेकर दोनों जजेस के अपने अलग अलग पॉइंट ऑफ व्यू हैं, दोनों जजेस के अलग अलग व्यूज आए हैं, उसमें डिटेल ऑर्डर आने के बाद मैं उस पर कोई कमेंट करूंगा, लेकिन ये बात तय है कि बेल ग्रांट हो गई है। अरेस्ट पे दोनों जजेस के अलग अलग व्यूज तो आए। ऐसे में क्या वो दफ्तर अटेंड कर पाएंगे, चूंकि ये कहा जा रहा है, एक्सपर्ट्स कह रहे हैं नहीं, ऐसी कोई कंडीशन नहीं है। माननीय मुख्यमंत्री अपनी तरफ से पूरी तरीके से मुख्यमंत्री पद को निभा पाएंगे, ऐसी कोई कंडीशंस अभी तक मेरी नॉलेज में नहीं है। बाकी डिटेल ऑर्डर आने के बाद उसके बारे में एक्सपर्ट जांच में सहयोग करेंगे। जब भी कोर्ट्स में हियरिंग होगी उसमें इन पर्सन ही एग्जम्पशन अलाउ करेगी कोर्ट, तो उसके अकॉर्डिंगली फॉलो करना पड़ेगा। 10 लाख रुपए का मुचलका है, उसको फॉलो करना पड़ेगा। और इस तरह की और कोई जनरल कंडीशन है, सीबीआई के जो मैटर्स हैं इस पे कोई जनरल कमेंट्स नहीं कर पाएंगे। हम सब खुश हैं। हम लोग बहुत देर से इस न्याय की उम्मीद कर रहे थे। आज न्याय हुआ है। आप सच को दबा सकते हो लेकिन मिटा नहीं सकते। സത്യത്തിന്റെ വിജയമെന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം. लेकिन साथ साथ बात सिर्फ केजरीवाल जी की जमानत की नहीं है। आज माननीय सुप्रीम कोर्ट ने भारतीय जनता पार्टी को भी एक बहुत बड़ा संदेश दिया है कि तुम्हें अपनी तानाशाही बंद करनी पड़ेगी। आज माननीय सुप्रीम कोर्ट का आदेश भारतीय जनता पार्टी के मुंह पे एक कड़ा तमाचा है कि आप एजेंसियों का दुरुपयोग कर रहे हो। आपने एजेंसियों को अपना केज पैरेट बना के रखा हुआ है। ऑनरेबल सुप्रीम कोर्ट ने बहुत साफ शब्दों में कहा कि सीबीआई केज पैरेट की तरह से काम कर रही है। माननीय सुप्रीम कोर्ट का यह फैसला सिर्फ पार्टी, सरकार या व्यक्ति के लिए, हमारे लिए महत्वपूर्ण नहीं है। केवल देश के आम आदमी को ऑनरेबल सुप्रीम कोर्ट का साफ संदेश है, साफ भरोसा है कि आप चिंता मत करो। अगर कोई तानाशाही चलाएगा, अगर कोई एजेंसियों का दुरुपयोग करेगा, तो देश का संविधान उसकी रक्षा के लिए है। संदेश साफ है ऑनरेबल सुप्रीം कोर्ट का। വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, ഈ കോടതി വിധിയെ രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് കാണണമല്ലോ. ഒന്ന്, കോടതി അന്വേഷണ ഏജൻസിയായ CBIയോട് പറയുന്നു കൂട്ടിലടച്ച തത്തയല്ല എന്ന് തെളിയിക്കണം, അനിശ്ചിതകാലത്തേക്ക് ഒരാളെ ഇപ്രകാരം തടവിലിടാൻ പാടില്ല എന്ന്. അതേസമയം തന്നെ കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമ്പോൾ കർശന ഉപാധികളോടെയാണ് ജാമ്യം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഓഫീസിൽ പോകാൻ സാധിക്കില്ല, ലഫ്റ്റനന്റ് ഗവർണറിന്റെ അനുമതിയില്ലാതെ ഫയലുകളിൽ ഒപ്പിടാനുമാകില്ല. അഭിലാഷ്, അതായത് ഈ ശരിക്കും ഈ കൂട്ടിലടച്ച തത്ത ആയി തന്നെയാണ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നത് എന്നുകൂടി കാണണം. ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ യാതൊരുവിധ അധികാരങ്ങളും ഗവർണർക്ക് ഉണ്ടാകില്ല എന്നത് അദ്ദേഹത്തിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പാലിക്കേണ്ട ചില വ്യവസ്ഥകൾ ഈ ജാമ്യം അനുവദിക്കുന്ന വേളയിൽ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലുള്ള കേസിലെ നടപടികളുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനകളൊന്നും പാടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിചാരണ കോടതിക്ക് മുമ്പാകെയുള്ള എല്ലാ ഹിയറിങ്ങുകളിലും അദ്ദേഹം ഹാജരാകണം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കെജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ദില്ലി സെക്രട്ടേറിയറ്റിലോ പ്രവേശനം അനുവദിക്കില്ല. അത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ തുലോം വിരളമാക്കുന്നുണ്ട്. ഏത് ഫയൽ ഒപ്പിടണമെങ്കിൽ പോലും ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടാൻ സാധിക്കില്ല. അത്യാവശ്യമുള്ള ഫയലുകളിൽ ഒപ്പിടണമെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുവാദം വേണം എന്നതടക്കമുള്ള കർശനമായ, അതായത് ഉപാധികൾ തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ഒപ്പം കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമപരമാണെന്നും നടപടിക്രമങ്ങളിൽ അപാകതകളില്ലെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഭിന്നാഭിപ്രായമായിരുന്നു ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 41-ാം വകുപ്പിലെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ CBI പരാജയപ്പെട്ടു എന്ന വാദത്തിൽ കഴമ്പില്ല എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറയുകയുണ്ടായി. അതേസമയം ഈ EDയുടെ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ എന്തിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ CBI തിടുക്കപ്പെട്ടത് എന്ന ചോദ്യം ഉന്നയിച്ചതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ജസ്റ്റിസ് ഭൂയാനാണ്
ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 22 മാസങ്ങളായിട്ടും CBI നടപടി എടുത്തിരുന്നില്ല. കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തതിന് ED കേസിൽ ജാമ്യം അനുവദിച്ചതിനാൽ മാത്രമാണ് എന്ന അഭിപ്രായം ഈ ജഡ്ജിമാർക്കിടയിലുള്ള ഒരു ഭിന്നസ്വരം വ്യക്തമാക്കി എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. CBI അറസ്റ്റ് ന്യായരഹിതമാണെന്ന് ജഡ്ജി പറയുകയുണ്ടായി. അതിനാൽ കെജ്രിവാളിനെ ഉടൻ വിട്ടയക്കണമെന്നും CBI കേവലം കൂട്ടിലടച്ച തത്ത മാത്രമല്ല സ്വതന്ത്രവും സജീവമായ ഏജൻസിയാണെന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ജസ്റ്റിസ് ഭൂയാൻ കൂട്ടിച്ചേർത്തു. അങ്ങനെ നിരവധിയായ ജാമ്യവ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കുന്നു. ജഡ്ജിമാർക്കിടയിൽ ഭിന്ന സ്വരങ്ങൾ, അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അങ്ങനെ നിയമ നടപടികൾ കെജ്രിവാളിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നത് ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ യാതൊരു അധികാരവും അവകാശവും കെജ്രിവാളിന് ഉണ്ടാകില്ല എന്നത് നിർണായകമായ ഒരു കാര്യമാണ്. പക്ഷേ പുറത്തിറങ്ങിയ കെജ്രിവാൾ ശക്തനാണ് എന്ന് തന്നെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. കാരണം പുറത്തിറങ്ങിയാൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടത്തുന്നതിനോ മറ്റ് ഇടപെടലുകൾക്കോ അത് തടസ്സമില്ല. സ്വാഭാവികമായും നമുക്കറിയാം നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ സമയത്ത് കെജ്രിവാൾ തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ ഒരു പക്ഷേ പുറത്തിറങ്ങുന്ന കെജ്രിവാൾ കൂടുതൽ കരുത്തനാകുമോ എന്നുള്ളതാണ്. ഇതാ കെജ്രിവാളിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തകരുടെ ഒരു വലിയ നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ രഞ്ജിത്ത്. നമുക്ക് ആ ദൃശ്യങ്ങൾ അല്പം ഒന്ന് കാണാം. രഞ്ജിത്ത്, താളമേളങ്ങളോടെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നതിൻ്റെ ആംബിയൻസ് ആണ് അവിടെയുള്ളത്. AAPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയാണ്, മഴയുണ്ട്. പക്ഷേ നേതാക്കളൊക്കെ കൊട ഒന്ന് പോലും ചൂടാതെയാണ് അവിടെ നിൽക്കുന്നത്. അത്രമേൽ വലിയ ആവേശത്തിലാണവർ. കെജ്രിവാൾ എപ്പോഴേക്ക് പുറത്തിറങ്ങും, എപ്പോൾ ഈ ആൾക്കൂട്ടത്തിലേക്ക് നേതാക്കൾക്കിടയിലേക്ക് എത്തുമെന്നതിൽ വ്യക്തതയുണ്ടോ? അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അഭിലാഷ്. ഒപ്പം കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ജാമ്യം ലഭിച്ച് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം രാവിലെ മുതൽ ഈ ജാമ്യ വാർത്ത പുറത്തു വന്നത് മുതൽ അരവിന്ദ് കെജ്രിവാളിന്റെ അനുയായികളുടെ, ആം ആദ്മി പ്രവർത്തകരുടെ ലഡു വിതരണം അടക്കം ആരംഭിച്ചിരുന്നു. വലിയ സന്തോഷത്തിലാണ് അവർ പലരും പറഞ്ഞത്. BJPക്ക് ഏറ്റ തിരിച്ചടി, കേന്ദ്ര സർക്കാരിന് ഏറ്റ തിരിച്ചടി എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അതിനെ അവർ അത്തരത്തിൽ കാണുന്നുമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തിറങ്ങുന്ന കെജ്രിവാൾ അതീവ ശക്തനായി തന്നെയായിരിക്കും പുറത്തു വരിക. മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളൊന്നുമില്ല എങ്കിൽ പോലും കെജ്രിവാളിനെ പ്രതിരോധിക്കുക എന്നത് BJPക്ക് ഇനിയൊരു വരും ദിവസങ്ങളിൽ പ്രശ്നമായി വരും. കാരണം ഹരിയാനയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടി ഒരു ശക്തിയാണ്. കോൺഗ്രസിനൊപ്പം സഖ്യമില്ല എങ്കിൽ പോലും ആം ആദ്മി പാർട്ടി അവിടെ മത്സരിക്കുന്ന പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും കെജ്രിവാളിന്റെ പോരാട്ടം ഇനി ഉണ്ടാവുക BJPക്കെതിരെയായിരിക്കും. കോൺഗ്രസിനേക്കാൾ കെജ്രിവാളിന് മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന BJP ആണെന്ന് നമുക്കറിയാം. അവിടെ BJPക്കെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ പ്രചരണം കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇനി നിരവധി സ്ഥലങ്ങളിൽ മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പുകളുടെ കാഹളം മുഴങ്ങാൻ പോകുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുക. ദില്ലി മുഖ്യമന്ത്രി ആയിരിക്കില്ല ഒരുപക്ഷെ കെജ്രിവാൾ ഇനി നിറഞ്ഞു നിൽക്കുക. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി BJPക്ക് ഒത്ത എതിരാളിയായ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കെജ്രിവാളിന്റെ സാന്നിധ്യം കാണാം. അഭിലാഷ്, അല്പസമയത്തിനകം കെജ്രിവാൾ പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി പുറത്ത് കാത്തിരിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ. ആം ആദ്മി പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. കെജ്രിവാൾ പുറത്തിറങ്ങുന്ന കെജ്രിവാളിനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായതിനു ശേഷം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണത്തിന് പോകുന്നതിന് മാത്രമായിരുന്നു കെജ്രിവാളിന് അനുമതി ലഭിച്ചിരുന്നത്. ഇപ്പോഴിതാ കോടതി ജാമ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ED കേസിലും ഒപ്പം CBI കേസിലും ജാമ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ സുഭദ്രാവധ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മാത്യുവിൻ്റെ അയൽവാസിയും സുഹൃത്തുമായ റൊണാൾഡ് ആണ് അറസ്റ്റിലായത്. സുഭദ്രയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് മയക്കുന്നതിനായി മരുന്നുകൾ ഉൾപ്പെടെ എത്തിച്ചു നൽകിയത് ഇയാൾ ആണ്. വൈദ്യപരിശോധനയ്ക്കായി പ്രതികളെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, ഈ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വ്യക്തി, അയാൾ ഈ കുറ്റം നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുറ്റകൃത്യത്തിന് വേണ്ടി തന്നെയാണ് ഇതിനോടൊപ്പം ചേർന്നത്, അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ മയക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് ലഹരി വസ്തുക്കളായിരുന്നോ? എന്തായിരുന്നു അതിൻ്റെ സ്വഭാവം? അതിലൊക്കെ വ്യക്തത കൈവന്നിട്ടുണ്ടോ?
അഭിലാഷ് ഇന്ന് ഉച്ചവരെയും കേസിൽ 2 പ്രതികൾ എന്നുള്ളതായിരുന്നു നിലപാട്. എന്നാൽ ചോദ്യം ചെയ്യലിനോട് ശേഷം, അതായത് ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് 2 പ്രധാന പ്രതികളായ ഷർമിളയെയും ഒപ്പം തന്നെ മാത്യുവിനെയും കർണാടകത്തിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിച്ചത്. മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചോദ്യം ചെയ്യലിലാണ്, തുടർ ചോദ്യം ചെയ്യലുകളിലാണ് ഇവർ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് കൊലപാതകത്തിന് ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാനമായി പോലീസ് അന്വേഷിച്ചത്. അതിലാണ് ഇപ്പോൾ റൈനോൾഡ് എന്ന അയൽവാസിയായ ആൾ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. റൈനോൾഡ് വർഷങ്ങളായി ഇവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ഒപ്പം തന്നെ മാത്യുവിന്റെ അയൽവാസിയാണ്. മാത്യുവിന്റെ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഷർമിളയുമായി ഇയാൾ അടുപ്പത്തിലാകുന്നത്. അതിൽ തന്നെ ഈ ഷർമിളയും മാത്യുവും റൈനോൾഡും ചേർന്ന് പലപ്പോഴും ഒരുമിച്ചിരുന്ന മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ അടുത്ത സൗഹൃദം ഇവർ 3 പേരും തമ്മിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊലപാതകത്തിന് മുമ്പ് സുഭദ്രയെ മയക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നുകൾ എത്തിച്ചു നൽകിയത് റൈനോൾഡാണ്. കൊലപാതകത്തിന് അത്തരത്തിലുള്ള സഹായങ്ങൾ ആ പദ്ധതിയിൽ ഭാഗമായിരുന്നു എന്നുള്ളത് പോലീസിന് ഇന്നത്തെ ചോദ്യം ചെയ്യൽ മനസ്സിലാക്കാനായിട്ടുണ്ട്. പ്രതികളെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ റൈനോൾഡിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന് 3 മണിയോട് അടുപ്പിച്ച് ആ ഏറെക്കുറെ സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 3 പേരെയും ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നടപടികളിലേക്ക് കടക്കും. അഭിലാഷ്, അതോടൊപ്പം ഈ കൊലപ്പെടുത്തിയത് ഇവർ 2 പേർ ചേർന്ന് എന്നത് പോലീസ് ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ കൊല ചെയ്തത് എന്നതൊക്കെ സംബന്ധിച്ചും പ്രാഥമികമായി പോലീസിന് വിവരം ലഭിച്ചല്ലോ. അത് എപ്രകാരം ഈ കുറ്റകൃത്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അവർ പോലീസിന് നൽകിയ വിവരം? അഭിലാഷ്, അതിക്രൂരമായിരുന്നു കൊലപാതകം എന്നത് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിരുന്നു. കാരണം സുഭദ്രയുടെ മർദ്ദനമേറ്റ് സുഭദ്രയുടെ ശരീരത്തിന്റെ 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്നിരുന്നു. കഴുത്ത് ഒടിഞ്ഞ നിലയിലായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുഭദ്ര ഈ മാത്യുവും ഷർമിളയുമായി അടുപ്പത്തിലാകുന്നത് പോലും ഈ ഷർമിളയോടുള്ള ഒരു സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. അതായത് 6 വർഷങ്ങൾക്ക് മുമ്പ് അനാഥയാണ്, അതായത് തന്റെ ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് എറണാകുളത്തേക്ക് ഷർമിള താമസം മാറുന്നത്. ഉടുപ്പിയിൽ നിന്നെത്തിയ ഷർമിളയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ഹോസ്റ്റൽ താമസ കാലഘട്ടത്തിൽ വളരെയധികം സൗഹൃദത്തോടെ ഇടപെടുകയും സാമ്പത്തിക സഹായവും ഒക്കെ ചെയ്യുകയും ഒരു അമ്മയെ പോലെ നിൽക്കുകയും ചെയ്ത ആളാണ് സുഭദ്ര. ആ സുഭദ്രയാണ് ഇത്രയും വർഷത്തെ ബന്ധത്തിനൊടുവിൽ ഇവിടെ കൊണ്ടുവന്ന ഈ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയയാക്കി കൊലപ്പെടുത്തി ആഭരണം കവർന്നത്. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്രൂരമായ മർദ്ദനങ്ങൾ 2 പേരും ചെയ്തു എന്നുള്ളതാണ്. അതായത് മാത്യു മാത്രമല്ല, ഈ സുഭദ്രയുടെ നെഞ്ചിൽ ചവിട്ടുകയും വാരിയലുകൾ ഒടിയത്തക്ക വിധത്തിൽ ആക്രമിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ഒക്കെ ചെയ്തത് ഇരുവരും ഒരുമിച്ച് എന്നുള്ളതാണ്. കൊലപാതകം നടത്തിയത് മാത്യുവും ഷർമിളയും ചേർന്ന് ഒരുമിച്ചെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇന്നത്തെ ചോദ്യം ചെയ്യൽ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവർ 2 പേരും മദ്യലഹരിയിലായിരുന്നു. മദ്യത്തിന് അഡിക്റ്റായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സുഭദ്ര ഇതുവരെ ഉടുപ്പി സ്വദേശിനി എന്നുള്ള, കർണാടക സ്വദേശിനി എന്നുള്ള വിവരമാണ് ലഭ്യമായിരുന്നെങ്കിൽ അങ്ങനെയല്ല, മറിച്ച് ഉടുപ്പി എന്നതിനപ്പുറത്തേക്ക് സുഭദ്രയ്ക്ക് കൃത്യമായി ഷർമിളയ്ക്ക് കൃത്യമായി കേരളത്തിൽ പശ്ചാത്തലമുണ്ട്. എറണാകുളം തോപ്പുംപടി സ്വദേശിനിയാണ്. 6 വയസ്സുവരെ വളർന്നത് അവിടെയാണ്. ബാക്കി അമ്മയും ബാക്കി കുടുംബാംഗങ്ങളും ഒക്കെ ഈ തോപ്പുംപടിക്കാർ തന്നെയാണ്. 6-ാം വയസ്സിൽ അമ്മയ്ക്ക് കർണാടകയിൽ ജോലി കിട്ടിയതിനു ശേഷമാണ് ഇവർ പിന്നീട് അങ്ങോട്ട് പോകുകയും തിരിച്ച് അമ്മയുടെ മരണശേഷമാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് മടങ്ങിയെത്തുകയും മാത്യുവിനെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. മാത്യുവിനെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കാരണം മാത്യുവിന്റെ കുടുംബം പറയുന്നത് സുഭദ്രയ്ക്ക് ഈ ഷർമിളയ്ക്ക് 38 വയസ്സാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 5 ഭാഷകളോളം അറിയാം. അത്തരത്തിൽ വളരെ നിഗൂഢമാണ് ഇവരുടെ നീക്കങ്ങൾ എന്നുള്ളതാണ്. ഇവർ എറണാകുളത്ത്, അതായത് ഈ കൊലപാതകം നടന്നതിന് ശേഷം ഇവർ അവിടെ ആലപ്പുഴയിലെ വീട്ടിൽ തന്നെ തുടർന്നു. അതിനുശേഷം കടവന്ത്ര പോലീസ് ഈ മിസ്സിംഗ് കേസ് അന്വേഷിച്ചു തുടങ്ങിയ ഘട്ടത്തിൽ ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പോയത് എറണാകുളത്താണ്. അതായത് കടവന്ത്ര പോലീസ് ഇവർക്കായി ആലപ്പുഴയിൽ തിരച്ചിൽ നടത്തുമ്പോൾ ഇവർ എറണാകുളത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൃതദേഹം കണ്ടെടുത്ത ചൊവ്വാഴ്ച മാത്രമാണ് ഇവർ നാട് വിടാൻ തയ്യാറായിട്ടുള്ളത്. പിന്നീട് ഇവർ തുടർന്ന് സഞ്ചരിക്കുകയായിരുന്നു. ഒടുവിൽ ആലപ്പുഴയിലേക്ക് കേസ് വന്നതിന് ശേഷം അന്വേഷണ സംഘം ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു.
ഏറ്റവും ഒടുവിലാണ് ഉടുപ്പിയിലെ സുഹൃത്തിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് എത്തുന്ന വഴിയിൽ അവിടെ കാത്തുനിന്ന ആലപ്പുഴയിൽ നിന്നുള്ള മണ്ണഞ്ചേരിയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇവരെ പിടികൂടുന്നത്. എന്തായാലും ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണഞ്ചേരി പോലീസിന്റെ ഒരു ഇടപെടൽ, ആലപ്പുഴയിലെ അന്വേഷണ സംഘത്തിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. വെറും ഒരു മിസ്സിംഗ് കേസായി നീണ്ടിരുന്ന ഒരു കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം 6 ദിവസത്തിനുള്ളിലാണ്, അതിൽ 2ാമത്തെ ദിവസം തന്നെ സുഭദ്ര എവിടെ എന്നതിനുള്ള ഉത്തരം കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞു. മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു. അവിടെ തന്നെ പകുതിയോളം ആ കേസിൽ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 3 ദിവസം പിന്നിടുമ്പോൾ തന്നെ പ്രതികളെ പൂർണ്ണമായി പിടിക്കാനായി പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. ആ രീതിയിൽ ഒരു മികച്ച അന്വേഷണമാണ് മണ്ണഞ്ചേരി പോലീസും ആലപ്പുഴ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ പൂർത്തിയാക്കിയത്. അഭിലാഷ്, സുഭദ്ര കൊലക്കേസിലാണ് മറ്റൊരാൾ കൂടി അറസ്റ്റിലായിട്ടുള്ളത്. മാത്യൂസിന്റെ അയൽവാസിയായ റൈനോൾഡ് ആണ് അറസ്റ്റിലായത്. സുഭദ്ര കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് മയക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ വസ്തുക്കൾ എത്തിച്ചു നൽകിയത് ഇയാൾ ആണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിയമസഭാ കയ്യാങ്കളിക്കിടെ ഇടതു വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച കോൺഗ്രസ് മുൻ MLA-മാർക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. കേസെടുത്തതിനെതിരെ മുൻ MLA-മാരായ MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ, K ശിവദാസൻ നായർ എന്നിവർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. 2015 മാർച്ച് 13 സംസ്ഥാന ബജറ്റ് അവതരണത്തിനിടെ ആയിരുന്നു സംഭവം. വനിതാ നേതാക്കളായ KK ലതിക, ജമീല പ്രകാശം തുടങ്ങിയവരെ കയ്യേറ്റം ചെയ്തു, തടഞ്ഞുവെച്ചു എന്നായിരുന്നു കേസ്. നിയമസഭാ കയ്യാങ്കളിക്കിടെ ഇടത് വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ച് മുൻ കോൺഗ്രസ് MLA-മാർക്കെതിരെ ഉണ്ടായിരുന്ന പോലീസ് എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കുന്ന സാഹചര്യമുണ്ട്. മുൻ MLA-മാരായിരുന്ന ഡൊമിനിക് പ്രസന്റേഷൻ, K ശിവദാസൻ നായർ, MA വാഹിദ് തുടങ്ങിയവർ നൽകിയ ഹർജിയിന്മേലാണ് ഹൈക്കോടതിയുടെ നടപടി. 2015 മാർച്ച് 13 നടന്ന സംസ്ഥാന ബജറ്റ് അവതരണത്തിനിടെയുണ്ടായ സംഭവത്തിനിടെയായിരുന്നു വനിതാ നേതാക്കളായ KK ലതിക, ജമീല പ്രകാശം എന്നിവരെ കയ്യേറ്റം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകിയത്. ഇതിൽ തുടർന്ന് പോലീസ് എടുത്ത കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഫോൺ പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ക്രമക്കേട് കണ്ടെത്താനായില്ല എന്ന് കോടതി വ്യക്തമാക്കി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിലാണ് വിധി. ഫോൺ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ വാദത്തിനിടെ തന്നെ പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ പൊതു താൽപര്യമാണോ അതോ പബ്ലിസിറ്റിയാണോ ഇതിൽ പ്രധാനമെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഈ വാദമുഖത്ത് തന്നെ സതീശനെതിരെ, അതായത് ലോകായുക്തക്കെതിരെയുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ നിർബന്ധപ്രകാരം നീക്കം ചെയ്യണമെന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്തിനാണ് 2018 പദ്ധതി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ 2018 കരാർ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഹൈക്കോടതി ഉന്നയിച്ചു. മാത്രമല്ല, ഇതിൽ തീവ്രമായ അഴിമതി ആരോപണം ഉന്നയിച്ചു തന്നെയാണ് ഹൈക്കോടതിയെ പ്രതിപക്ഷ നേതാവ് സമീപിച്ചത്. എന്തായാലും ആ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് AK ജയദേവൻ നമ്പ്യാരുടെയും അതുപോലെ ജസ്റ്റിസ് V ശ്യാംകുമാറും ചേർന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ വിധി. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു കോടതി. അന്വേഷണം തൃപ്തികരമല്ലെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടി. അതേസമയം 2ാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം അനുവദിച്ചു. നേരത്തെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന സഹോദരന്റെ മൊഴിയിൽ അന്വേഷണം നടക്കാത്തതാണ് സംശയങ്ങൾ ബലപ്പെടുത്തിയത്. ഇതിൽ ആശങ്കയുണ്ട് എന്നായിരുന്നു അബിഗേലിന്റെ പിതാവ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. അബിഗൽ സാറ റെജിയുടെ പിതാവ് റെജി ജോൺ നമ്മളുമായി നടത്തിയ ആ ഫോൺ സംഭാഷണം നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ റെജി പറഞ്ഞിരുന്നത് ഈ കേസിൽ പത്മകുമാറും അനിതകുമാരിയും മകളും മാത്രമല്ല, ചിലർ കൂടി ഉണ്ട് എന്ന സംശയമുണ്ട്. ആദ്യഘട്ടം മുതൽ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ അബിഗലിൻ്റെ സഹോദരൻ ജോനാഥൻ പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നതിന് പകരം മാധ്യമങ്ങളുടെ അടക്കം ചോദ്യത്തിന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഈ അന്വേഷണത്തിന് അന്ന് മേൽനോട്ടം വഹിച്ചിരുന്ന ADGP MR അജിത് കുമാർ നൽകിയ ഉത്തരം അത് കുട്ടിയുടെ വെറും തോന്നൽ മാത്രമായിരിക്കാം എന്നായിരുന്നു. സ്വാഭാവികമായി
അന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതകൾ ഉയർന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ ഇവർ ആസൂത്രണം ചെയ്തത് എന്നായിരുന്നു. അവർ അന്വേഷണ സംഘമാണ് പറയുന്നത് നാലാമതൊരു വ്യക്തി ഇല്ല എന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ, ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. കാര്യം എന്റെ ഒരു കുഞ്ഞല്ല, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നാളെ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ പേരില് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവര് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് പോകാതെ അന്വേഷണം യഥാർത്ഥമായി പറഞ്ഞാൽ കുറച്ചും കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും എവിടെങ്കിലും എത്തിച്ചേർന്നേ. സ്വാഭാവികമായി വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബം, ചാത്തന്നൂരിനടുത്ത് 4000 സ്ക്വയർ ഫീറ്റിലധികമുള്ളൊരു വലിയ വീടുണ്ട്. അതോടൊപ്പം പോളച്ചിറയിൽ 7 ഏക്കറോളം വരുന്ന ഫാം ഹൗസ്, ആ ഫാം ഹൗസിനുള്ളിൽ 2 മറ്റ് വീടുകൾ, 2 ആഡംബര വാഹനങ്ങൾ. ഇതൊക്കെയുള്ള പത്മകുമാറും കുടുംബവും 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന് വേണ്ടി ഓയൂർ എന്ന ഗ്രാമപ്രദേശത്ത് വന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിലപേശൽ നടത്തുകയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ മറ്റെന്തോ കാര്യങ്ങൾ കൂടി ഉണ്ട് ഒളിക്കാൻ എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നത്. അവിടെയാണ് അന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ തന്നെ പിന്നീട് നമ്മളോട് രഹസ്യമായെങ്കിലും വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ അബിഗേലിനൊപ്പം സഹോദരനും ഒരുമിച്ചായിരുന്നു ട്യൂഷന് പോയത്. അപ്പോഴാണ് ഈ വാഹനത്തിലെത്തിയ പത്മകുമാറും സംഘവും ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിൽ ജോനാഥൻ ചെറുത്ത് നിൽക്കുന്നു, വടികൊണ്ട് അടിക്കുന്നു ഈ വാഹനത്തിൽ. അങ്ങനെ അവൻ മാത്രം രക്ഷപ്പെടുന്നു. പിന്നീട് അവൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 3 പേർ ഒരുമിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇവർ 2 പേരെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ വാഹനത്തിൽ തിരികെ കയറി രക്ഷപ്പെട്ടു പോകുമ്പോൾ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു പോയ വ്യക്തി ആരായിരുന്നു? ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നുവെന്ന് പോലീസ് അങ്ങ് തറപ്പിച്ച് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വാഹനം അമിത വേഗത്തിൽ അവിടുന്ന് ഓടിച്ചു പോയി പിന്നീട് ഈ കുട്ടിയെ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലെ തെങ്കാശിയിലേക്ക് ഇവർ മടങ്ങുന്നത്? ഇതാണ് ഏറ്റവും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അത് കൃത്യമായ ഒരു ആശങ്കയായി നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ കോടതിയുടെ കൃത്യമായ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ഈ സംഘത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു, അതോടൊപ്പം 4മതൊരാൾ ഉണ്ടെങ്കിൽ അതാരാണ് എന്നതടക്കമുള്ള ഇതുവരെ ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യങ്ങളിലേക്കും വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയുടെ തുടരന്വേഷണത്തിലുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ADGPയുടെ മൊഴിയെടുപ്പിൽ RSS കൂടിക്കാഴ്ച ചോദിച്ചില്ല. PV അൻവർ നൽകിയ പരാതി കേന്ദ്രീകരിച്ചായിരുന്നു മൊഴിയെടുപ്പെന്നും അൻവറിന്റെ പരാതിയിൽ RSS കൂടിക്കാഴ്ച ഉന്നയിക്കുന്നില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന ആക്ഷേപത്തിൽ മൊഴി രേഖപ്പെടുത്തി. RSS കൂടിക്കാഴ്ചയിലടക്കം വീണ്ടും അജിത് കുമാറിന്റെ മൊഴി എടുത്തേക്കും. PV അൻവറിൽ നിന്ന് PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികൾ എന്നാണ് ADGP MR അജിത് കുമാർ മൊഴി നൽകിയത്. PV അൻവർ നൽകിയ പരാതിയേക്കാൾ ഉപരി സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്നത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരവും അതിന്മേൽ ഉയർന്ന പരാതിയുമാണ്. ഇക്കാര്യത്തിൽ ഏതു തരത്തിലുള്ള അന്വേഷണമാകും ഉണ്ടാവുക എന്നത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഘടകകക്ഷി നേതാക്കൾക്ക് ഇക്കാര്യം അന്വേഷിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം PV അൻവറും DGPക്ക് ഇത് സംബന്ധിച്ച് രേഖാമൂലം കത്ത് നൽകി. അതേസമയം ആദ്യം നൽകിയ പരാതിയിൽ മൊഴിയെടുപ്പ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട്. അജിത് കുമാറിന്റെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇതിൽ അജിത് കുമാർ വ്യക്തമാക്കിയത് PV അൻവറിന് പിറകിൽ മാഫിയ സംഘങ്ങളുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളും തീവ്രവാദ ബന്ധമുള്ളവരും ഉണ്ട് എന്ന കാര്യമാണ്. തൊട്ടു പിന്നാലെ ഈ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞ ശേഷം PV അൻവർ തന്നെ രേഖാമൂലം DGPക്ക് ചില കത്തുകൾ നൽകി. ഇതിൽ ഒന്ന് തനിക്ക് വധഭീഷണിയുണ്ട്, കുടുംബത്തിന് പോലീസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നതായിരുന്നു. മറ്റൊന്ന് ഈ RSS ബന്ധം, RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നതാണ്. നേരത്തെ തന്നെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയും നൽകിയിരുന്നു. വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ നൽകുകയും സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക. കവടിയാറിൽ MR അജിത് കുമാർ നിർമ്മിക്കുന്ന കൊട്ടാര സദൃശ്യമായ ഭവനം, അതിന് എവിടെ നിന്നാണ് സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സാമ്പത്തിക ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കെജ്രിവാൾ AAP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. मैं शुक्रिया अदा करना चाहता हूँ
जितनी बारिश हुई जितनी बड़ी संख्या में मेरे जिंदगी का एक एक पल, मेरे शरीर का एक एक कतरा, मेरे खून का एक एक कतरा देश के लिए समर्पित है। मैंने जिंदगी में बहुत संघर्ष किया है, बहुत बड़े संघर्ष किए, जिंदगी में बहुत मुसीबतें झेली है, लेकिन हर कदम पे भगवान ने मेरे साथ दिया। ऊपर वाले ने मेरा साथ दिया। क्यों? क्योंकि मैं सच्चा था, मैं सही था, इसलिए भगवान ने मेरा साथ दिया। इन लोगों ने मुझे जेल में डाल दिया। इन लोगों को लगा कि केजरीवाल को जेल में डाल देंगे तो केजरीवाल के हौसले टूट जाएंगे। आज मैं आपको कहना चाहता हूं, मैं जेल से बाहर आया हूं, मेरे हौसले 100 गुना ज्यादा बढ़ गए हैं। मेरी ताकत 100 गुना ज्यादा बढ़ गई है। इनकी जेल की मोटी मोटी दीवारें, इनकी जेल की सलाखें केजरीवाल के हौसले को कमजोर नहीं कर सकती। मैं भगवान से प्रार्थना करता हूं, जैसे आज तक ऊपर वाले ने मेरे को रास्ता दिखाया, ऊपर वाले ने मेरे को ताकत दी, ऐसे ही भगवान मुझे रास्ता दिखाता रहे, मैं देश की सेवा करता रहूं। और ये जितनी राष्ट्र विरोधी ताकतें हैं जो देश के विकास को रोक रही हैं, जो देश को बांटने का काम कर रही हैं, जो देश को अंदर से कमजोर करने का काम कर रही हैं, जिंदगी भर में इनके खिलाफ लड़ा हूं, आगे भी ऐसे ही लड़ता रहूंगा। भारत माता की, भारत माता की। തിഹാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ അണികളെ അഭിസംബോധന ചെയ്തതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. വൈകാരികമായിട്ടാണ് കെജ്രിവാൾ പ്രതികരിച്ചത്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമ്പോഴടക്കം ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയമായ പോര് കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. വലിയ ആഘോഷ തിമിർപ്പിൽ ആണ് AAP പ്രവർത്തകർ. അവർ മണിക്കൂറുകളായി കെജ്രിവാളിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഡൽഹിയിലെ മഴ, ആ മഴയത്തും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിന് ശേഷം തുറന്ന വാഹനത്തിൽ അദ്ദേഹം പോകുന്നതിൻ്റെ, അണികൾക്കിടയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. തിഹാർ ജയിലിൽ നിന്ന് 6 മാസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആയിരുന്നു ആദ്യം ED അറസ്റ്റ് ചെയ്തത്. ED കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെയായിരുന്നു CBIയുടെ അറസ്റ്റ്. നേരത്തെ ED കേസിൽ ജാമ്യം ലഭിച്ചുവെങ്കിലും CBI കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. 6 മാസത്തിന് ശേഷം ഇതാ കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. തന്റെ സേവനം, ഒരു രാഷ്ട്ര സേവകൻ എന്ന നിലയിലുള്ള തന്റെ സേവനം തുടരുക തന്നെ ചെയ്യും. അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല എന്നതായിരുന്നു കെജ്രിവാളിന്റെ പ്രതികരണം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് കെജ്രിവാൾ തയ്യാറായില്ല. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകരുത് എന്ന കോടതിയുടെ നിർദ്ദേശമുണ്ട്. കർശന ഉപാധികളോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഉണ്ട്. ഫയലുകളിൽ ഒപ്പിടുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ട്. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ തന്ത്രപ്രധാനമായ ഫയലുകളിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാളിന് ഒപ്പിടാൻ സാധിക്കുകയില്ല. അതേസമയം കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ CBIയെ വിമർശിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ടാകുന്നു. കൂട്ടിൽ അടയ്ക്കപ്പെട്ട തത്തിയല്ല CBI എന്ന് വ്യക്തമാക്കണം, അല്ലെങ്കിൽ തെളിയിക്കണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അനന്തമായ ഒരാളെ സംശയത്തിന്റെ നിഴലിലാക്കിക്കൊണ്ട് ജയിലിൽ അടയ്ക്കാനാകില്ല എന്നും വ്യക്തമാക്കി. ഈ കേസിൽ നടപടിക്രമങ്ങൾ വൈകുവാനുള്ള സാധ്യതയും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഈ ജാമ്യം ലഭിച്ചു എന്നത് മുതൽ AAP പ്രവർത്തകർ വലിയ ആഘോഷത്തിലായിരുന്നു. അവർ ഒന്നടങ്കം കെജ്രിവാളിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഭരണഘടനാ ശില്പിയുടെ ഫ്ലെക്സുകളും മറ്റുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് AAP പ്രവർത്തകർ കെജ്രിവാളിനെ വരവേറ്റത്. എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? അഭിലാഷ്, തൻ്റെ രാജ്യസേവനം തുടരും എന്ന് കെജ്രിവാൾ പറയുന്നു. ദൈവം തനിക്ക് ശക്തി തന്നു. കെജ്രിവാളിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ഈ ശ്രമങ്ങൾക്കൊന്നും കെജ്രിവാളിനെ തകർക്കാനാകില്ല എന്നാണ് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജയിലിന് മുന്നിൽ വെച്ച് വ്യക്തമാക്കിയത്. സുപ്രീം കോടതി ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ ആം ആദ്മി പ്രവർത്തകർക്ക് നേരത്തെ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. 10 ലക്ഷം രൂപയുടെ ബോണ്ടും 2 പേരുടെ ഷുവർട്ടിയിലും ആണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. നിരവധി ഉപാധികളുണ്ട്. അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ കടക്കാനോ അല്ലെങ്കിൽ ഫയലുകളിൽ ഒപ്പുവെക്കാനോ കഴിയില്ല. പക്ഷേ ആം ആദ്മി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആവേശത്തിൻ്റെ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ 90 സീറ്റുകളിലും ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കുന്ന ഒരു സാഹചര്യത്തിൽ കെജ്രിവാളിൻ്റെ സാന്നിധ്യം വലിയ ശക്തിയാണ്. പ്രത്യേകിച്ച് ഈ ഡൽഹിയും പഞ്ചാബിനും ശേഷം ഹരിയാനയിലാണ് ആം ആദ്മി പാർട്ടി വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. നേരത്തെ കോൺഗ്രസുമായി ചില സഖ്യ ചർച്ചകൾ നടന്നെങ്കിലും അത് ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ സ്വന്തം നിലയ്ക്ക് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും മനോജ് സിസോദിയ ഉൾപ്പെടെ കെജ്രിവാളിൻ്റെ ഭാര്യയും ഒക്കെ ഈ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനായി അവിടെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ വിപുലമായ പാർട്ടി പ്രവർത്തകരുടെ ആഘോഷങ്ങൾക്ക് നടുവിലേക്കാണ് കെജ്രിവാൾ ഇറങ്ങിയിരിക്കുന്നത്. ആം ആദ്മി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. തങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഇങ്ങനെ എടുക്കുന്നത് ഇത് രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് എന്ന ഒരു നിലപാടാണ് ആം ആദ്മി പ്രവർത്തകർക്കുള്ളത്. അത് കേന്ദ്ര സർക്കാരിനെ എതിരെയാണ് ഈ ആക്ഷേപം എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എന്ത് രാഷ്ട്രീയ മാറ്റമുണ്ടാക്കും എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായൊരു വോട്ടിംഗ് പാറ്റേണാണ് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത്. അപ്പോൾ ഈ ഡൽഹിയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമൊന്നും കെജ്രിവാളിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഹരിയാനയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, മറിച്ചുമാകാം. അത് എത്തരത്തിലായിരിക്കും എന്നതൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി തന്നെ ആരംഭിക്കുന്നു. കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നു എന്നത് 5 മാസം കഴിഞ്ഞ മാർച്ചിലാണ്
കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നത്. കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. ജൂൺ 26-ന് ED കേസിൽ ജാമ്യം ലഭിക്കും എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് CBIയുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അതും ഇന്ന് കോടതിയുടെ ഒരു പരാമർശത്തിൽ വന്നിരുന്നു. അത് ED നേരത്തെ തന്നെ ഈ ആം ആദ്മി പ്രവർത്തകർ EDയുടെ കേസിൽ നിന്ന് മദ്യനയ കേസിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കെജ്രിവാളിനെതിരെ CBI മറ്റൊരു അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഒരാളെ അങ്ങനെ അനന്തമായി ജയിലിൽ ഇടാൻ ആകില്ല എന്ന കോടതിയുടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ ഒപ്പം തന്നെ CBI കൂട്ടിലടച്ച ഒരു തത്തയാകരുത് എന്ന് തെളിയിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന് കോടതി ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ കെജ്രിവാൾ ഇപ്പോൾ ഒരു കൂട്ടിലടച്ച കിളിയാണോ എന്ന ചോദ്യം മറുവശത്ത് ഉയരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനാകില്ല. അപ്പോൾ ആം ആദ്മി പ്രവർത്തകർ ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂട്ടിലടച്ച തത്തയല്ല എന്ന് തെളിയിക്കണം CBI എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയെപ്പോലെ ആകുന്നുണ്ടോ അരവിന്ദ് കെജ്രിവാൾ എന്നും സംശയിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നു. കർശന ഉപാധികളോടെയാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഇടവേള. പ്രചാരമർപ്പിക്കാൻ മാമി തിരോധാന കേസിൽ മുൻ ക്രൈംബ്രാഞ്ച് മേധാവിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തണമെന്ന് PV അൻവർ. കുടുംബം അന്വേഷണത്തിൽ സംതൃപ്തി അറിയിച്ചിരുന്നു. മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാൽ അട്ടിമറി നടക്കുമോ എന്ന ആക്ഷൻ കൗൺസിലിൽ നിന്നും കുടുംബത്തിനും ഭയമുണ്ട് എന്നും PV അൻവർ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ADGPയെ കണ്ടതിന് ശേഷമായിരുന്നു അൻവറിന്റെ പ്രതികരണം. നമുക്ക് കോഴിക്കോട് കേസ്, മാമി കേസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നൽകിയ പരാതിയിലെ ഒരു പ്രധാന വിഷയം മാമി കേസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അന്വേഷണം ആരംഭിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ശ്രീ വിക്രം, അദ്ദേഹത്തിനായിരുന്നു ഇതിന്റെ ഇൻചാർജ്. 2-3 ദിവസം അദ്ദേഹം ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനുമായി മുന്നോട്ട് പോയതായിരുന്നു. പക്ഷെ പുതിയ ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ മാമിയുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആക്ഷൻ കൌൺസിലിനും ആ 3 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ അവർ തൃപ്തരായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നിലനിർത്തി ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവർ MLA എന്ന നിലയ്ക്ക് എനിക്ക് റിക്വസ്റ്റ് തന്നിരുന്നു. പോലീസിന് അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ADGP ക്രൈംബ്രാഞ്ച് MLA എന്ന നിലക്ക് ഈ കേസിലുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൌൺസിലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ക്രൈംബ്രാഞ്ച് ADGPയെ കണ്ട് വ്യക്തിപരമായി ആവശ്യപ്പെടാനും അവർ നൽകിയ, അതായത് ആക്ഷൻ കൌൺസിൽ നൽകിയ കത്തും എന്റെ റിക്വസ്റ്റ് ലെറ്ററും ശ്രീ വിക്രമിനെ ഈ കേസന്വേഷണത്തിന് അഡീഷണൽ ചാർജ് കൊടുത്ത് അദ്ദേഹത്തിന് ഇത് ഏൽപ്പിക്കണമെന്ന റിക്വസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അല്ല, അത് മേധാവിക്ക് ഒറ്റക്ക് അത് ചെയ്യാൻ കഴിയില്ല. അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. അത് ഹോം ഡിപ്പാർട്ട്മെന്റിൽ പോയി വരണം. അദ്ദേഹം വിക്രമിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ്. നല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് വിക്രം, സത്യസന്ധനാണ് എന്ന അഭിപ്രായം തന്നെയാണ് ADGPക്കുമുള്ളത്. അതുകൊണ്ട് അത് പോസിറ്റീവായ തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറ്റു പലതും പറഞ്ഞ് തടി തപ്പുന്നു എന്ന K. സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. CPIഎമ്മിനെ സമ്പൂർണ്ണമായി നോക്കുകുത്തിയാക്കി RSSന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞവരുടെ കലമുടച്ച് അന്ത്യകൂദാശയ്ക്ക് സമയമായിരിക്കുന്നു എന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആ ഭരണ സംവിധാനത്തിന് തന്നെ ഒരു ലക്കും ലഗാനും ഇല്ലാതെയാണ് ആ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മറുപടി പറയാതെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തടി തപ്പുന്ന ഒരു സ്ഥിതിയാണ്. കുറച്ചു കാലമായിട്ട് അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും തടി തപ്പുകയാണ്. കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, കള്ളക്കടത്ത്, സ്വജനപക്ഷപാതം, സ്വർണ്ണക്കടത്ത്,
ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കൂട്ടുനിൽക്കുന്നു. ഇത് പുതിയ കാര്യമല്ല. ഇവിടെ സമ്പൂർണമായിട്ട് CPM-നെ നോക്കുകുത്തിയാക്കിയാണ്, അതിന്റെ നേതാക്കന്മാരെ നോക്കുകുത്തിയാക്കിയാണ് മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപ്പ് ഇവിടെ വേവൂല മോനെ RSSകാരാ എന്ന് പറഞ്ഞ ആ പാർട്ടി ഇതാ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ പരിപ്പ് RSSന്റെ പരിപ്പ് ഇവിടെ വേവില്ല, BJPയുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞവരുടെ കല ഉടച്ച് അതിന്റെ അന്ത്യകൂദാശ കേരളത്തിൽ സംജാതമായിരിക്കുന്നു, അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി. ഇന്നലെ അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം JNU ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാനത്തെ മറ്റ് ഉന്നത CPIM നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വസന്തകുഞ്ചിലെ വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് AKG ഭവനിൽ എത്തിക്കുന്ന മൃതദേഹം പൊതുദർശനത്തിന് ശേഷം എയിംസിലെ വിദ്യാർത്ഥികൾക്ക് വൈദ്യ പഠനത്തിനായി കൈമാറും. സുഭദ്ര കൊലപാതകത്തിൽ അല്പസമയത്തിനകം പോലീസ് സംഘം മാധ്യമങ്ങളെ കാണും. SP വാർത്താസമ്മേളനത്തിന് തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഓക്കെ, കേസ് രജിസ്റ്റർ ചെയ്ത് അറിയാലോ. ഇത് ആക്ച്വലി ഈ മരണപ്പെട്ട സുഭദ്ര മിസ്സാവുന്നത് കഴിഞ്ഞ മാസം കടവന്ത്രയിൽ നിന്നാണ് മിസ്സാവുന്നത്. ആ ഫസ്റ്റ് വീക്കിലാണ് മിസ്സായിരുന്നത്. അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു, അവിടെ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് അവരവിടെ ആ ഒരു ഇൻഫോർമേഷനിൽ അവർക്കൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഫൂട്ടേജ് കിട്ടി. ആ ഫൂട്ടേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷർമിള ഇല്ലേ, ഷർമിളയ്ക്ക് എത്തുന്നത് അതിൻ്റെ ബേസിലാണ്. അങ്ങനെ ഷർമിളയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മനസ്സിലായത് നമ്മളെ ഈ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലുള്ള ഈ ബോഡി കണ്ടെത്തിയ ആ സ്ഥലത്ത് താമസിക്കുന്നവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ മുമ്പ് പരിചയപ്പെടുന്ന ഹോസ്റ്റലിലൊരു അന്തേവാസിയായിരുന്നു ഷർമിള. അങ്ങനെയാണ് ഇവർ പൊതുവെ ഈ അമ്പലങ്ങളിലും മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു മരണപ്പെട്ടു പോയ സുഭദ്ര. ആ ഒരു പരിചയത്തിൽ പക്ഷേ 2016-17 മുതൽ ഇവർ പരിചയമുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് മാത്യൂസിൻ്റെ ഇൻവോൾവ്മെൻ്റാണ്. മാത്യൂസ് ഇവരെ വിവാഹം കഴിഞ്ഞ 2020, 4 വർഷമായി ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. മാത്യൂസാണ് പിന്നീട് കുറച്ച് സ്വഭാവങ്ങൾ എന്നൊക്കെ മനസ്സിലായല്ലോ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായി തന്നെ മദ്യപാനത്തിനും മറ്റൊക്കെ ആയിട്ടുള്ള കൂടുതൽ കാശിൻ്റെ ആവശ്യം വന്നപ്പോഴാണ് പിന്നെ ഈ സ്വർണത്തിലേക്ക് തിരിയുന്നത്. അതിലിപ്പോൾ ഒന്ന് മൂന്നാമതായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള റെയ്നോൾഡ് കൊടുത്ത മയക്ക് ഗുളികകളുണ്ട്. ആ ഗുളികകൾ മയങ്ങി കിടക്കുന്ന സമയത്താണ് ആദ്യം ഈ സംഭവത്തിന് മുമ്പ് തന്നെ ഊരിയെടുക്കുന്നുണ്ട്, ഗോൾഡ് ഊരിയെടുക്കുന്നുണ്ട്. ആ ഗോൾഡ് എടുത്തവർ കൊണ്ട് അവിടെ വിൽപ്പന നടത്തിയതിനൊക്കെ നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തിലെ എവിഡൻസൊക്കെ ആക്ച്വലി കടവന്ത്ര ചെയ്തിരുന്നതാണ്. അതിനുശേഷം പക്ഷേ അവരെ ഈ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് പിന്നീട് അത് ഇൻവെസ്റ്റിഗേഷൻ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായിരിക്കുന്നതിനെ കൊണ്ടാണ് പിന്നെ രാജേഷും കൂട്ടറൊക്കെ പിന്നെ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്നത്. അങ്ങനെ ഈ 6-ാം തീയതി 7-ാം തീയതിയാണ് ആ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ മാസം 6-നാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ കേസിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ സിറ്റിയിലെ മായ എന്ന് പറയുന്ന മറ്റേ കടവർ ഡോഗാണ്. അത് വയനാട് നടത്തിയ സേവനം നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഒരു പ്രഭാത് എന്ന് പറയുന്ന ഒരു ഡോഗ് ഹാൻഡ്ലറാണ്. അപ്പോൾ കണ്ടതിന് ശേഷം ഞാൻ അയാളോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞതൊരു 80-90% ബോഡി അവിടെ ഉണ്ട് എന്നാണ് ഡോഗിൻ്റെ ബിഹേവിയർ കാണിക്കുന്നത്. ഡോഗ് അതാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ പേരിലാണ് പിന്നെ നമ്മളവിടെ നെക്സ്റ്റ് ഡേ തന്നെ എക്സ്ഹ്യൂമേഷൻ നടത്തിയത്. ശരിക്കൊരു പ്രതിയെ വെയിറ്റ് ചെയ്ത് പ്രതിയെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് ഒന്നും കൂടിയും വഴി. പക്ഷെ അവിടെ താമസിക്കുന്ന സ്ഥലം അതിനെക്കൊണ്ട് അവർ അക്കൗണ്ടബിളാണ്. ഏതായാലും ആ രീതിയിലാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് പിന്നെ കൂടുതൽ ദിവസം ബോഡി അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പ്രതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീകമ്പോസിഷൻ ചാൻസ് പോയി കഴിഞ്ഞാൽ
പിന്നീട് സയൻറ്റിഫിക് എവിഡൻസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിന്നെ അന്ന് തന്നെ പ്രതികളുടെ സാന്നിധ്യം ഇല്ലാത്തതിന് അത് എക്സ്യൂം ചെയ്തത്. ആ എക്സ്യൂമേഷനൊക്കെ ബാക്കി നിങ്ങൾ കണ്ടതാണ്. അതിൽ ബോഡി പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെയുള്ള ഈ തണുപ്പുള്ള കണ്ടീഷനും മറ്റുമൊക്കെ ആയിരിക്കും. വലിയ ഡീകമ്പോസിഷൻ, ഒരു മാസത്തെ ഡീകമ്പോസിഷൻ ശരിക്കും ബോഡിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചുറി ആ ടൈപ്പ് ഇഞ്ചുറീസാണ്, സോഫ്റ്റ് ടിഷ്യൂസിലെ ഇഞ്ചുറീസ് അല്ല. ശരിക്കും ബോണ്, ഹയർഡ് ബോണ് ഫ്രാക്ചറുണ്ട്, മറ്റ് റിബ്സിന് ഫ്രാക്ചറുണ്ട്. അപ്പോൾ അത് നമ്മളവിടുന്ന് പ്രതികളെ കൊണ്ട് തന്നെ സംഭവം എങ്ങനെ കാണിച്ച സമയത്ത് അത് വളരെ കൃത്യമാണ്. രണ്ട് ഭാഗത്തും ഷോൾട്ട് മുറിക്കിയതിന് ശേഷം കവിത്തി കിടത്തി ചവിട്ടി പിടിച്ചതിലാണ് ആ റിബ്സിന് പറ്റിയിരിക്കുന്ന ഫ്രാക്ചർ പറ്റുന്നത്. റെയ്നോൾഡിൻ്റെ ആ സമയത്ത് രാവിലെ നമ്മൾ കാണുമ്പോൾ ആ സമയത്ത് അത്രയൊന്നും കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വെച്ച് അത് മനസ്സിലായപ്പോഴാണ് ഇതിലേക്കുള്ള മയക്കുള്ള ഗുളികകളും ആദ്യം ഗോൾഡ് എടുക്കുന്ന സമയത്തും പിന്നീട് എടുക്കുന്ന സമയത്തും ഈ മർഡറിന് ശേഷമാണ് പിന്നെ കാതിലെയും മറ്റുമൊക്കെ എടുക്കുന്നത്. കാതിലും മൂക്കിലൊക്കെ ഉണ്ട്. കഴുത്തിൽ പിന്നെ ഒരു റോൾഡ് ഗോൾഡ് എന്തോ 3 പേരെയും പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഇപ്പോൾ മെഡിക്കൽ കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് സംഭവം. രണ്ടുമുണ്ട്. സ്വർണ്ണം മുമ്പ് ശരിക്കും ട്രിഗർ ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് അവർ ആദ്യം നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടു. ആ സ്വർണം ചോദിച്ചു. അവർക്ക് ബോധം വന്ന സമയത്ത് മയക്കുകുഴി കഴിഞ്ഞ ശേഷം അതാണ് ട്രിഗർ ചെയ്ത ഫാക്ടർ. മർഡറിലേക്ക് ട്രിഗർ ചെയ്ത ഫാക്ടർ അതാണ്. അപ്പോൾ അത് അവർ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു മർഡർ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള സ്വർണ്ണം അതിന് ശേഷം എടുത്തു. ട്രൂ കേസ് ഓഫ് മർഡർ ഫോർ ഗെയിൻ. ഞാൻ പറഞ്ഞ ഫോണും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മർഡർ. കൊലപാതകത്തിന് മുമ്പ് ഒരു പ്ലാൻഡാണ്. ആക്ച്വലി ഇത് 2 മാസം മുമ്പ് തന്നെ ഇതുപോലെ ഒരു പ്ലാൻ നടന്നിട്ടുണ്ട്. പക്ഷെ അന്നെന്തോ വന്ന സമയത്ത് അവരിത് ചെയ്യാതെ പോയതാണ്. ഇത് ഓൾറെഡി പ്ലാൻഡാണ്. മയക്കുളി കൊടുത്തിട്ട് 5th 4th 6th ഈവനിങ് 7th മോർണിംഗ് 6th ഈവനിങ് രാവിലെ. ഇതുപോലെ തന്നെ അവരങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? ഇവിടെ കടവന്ത്ര വീട്ടിൽ പോയിട്ടും ഒരു ശ്രമം നോക്കിയിട്ട് അവിടെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് നടക്കാത്തത് കൊണ്ടാണ് പിന്നെ അവർ ഒന്നും കൂടി സൗകര്യമായ സ്ഥലം ഇവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അല്ല, റെയ്നോൾഡ്. അല്ല, അതിനുശേഷം എപ്പോൾ സൗകര്യം കിട്ടുമ്പോൾ ചെയ്യാമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചാൻസ് കിട്ടിയത്. ഇല്ല, കോൺസ്പിറസി ഉണ്ട്, 120B ഉണ്ട്. ഇല്ല, കൊലപ്പെടുത്തും അറിയാം. ഓക്കെ, നല്ലൊരു വർക്കാണ് ശരിക്കും ഈ ഓഫീസേഴ്സിൻ്റെ. കാരണം നമ്മൾ ഇവിടുന്ന് നിങ്ങളത് ഞാൻ പലരോട് പറഞ്ഞത് ഇവിടെ ന്യൂസിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈ രാവിലെ ബോഡി എടുക്കുമ്പോഴേക്ക് പോലീസ് പാർട്ടി എവിടെയാണ്? ഉടുപ്പിയിൽ എന്നല്ല ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് വായിക്കാത്ത പ്രതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും വായിച്ചിട്ടുണ്ട്. പ്രതികൾ എന്തായാലും വായിച്ചിട്ടില്ല. കാരണം അവർ നേരെ ഇതിന് ശേഷം ഇവിടുന്ന് ഒരു നമ്പർ ലൊക്കേറ്റ് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നേരെ പോയത് ഉടുപ്പിയിലേക്കാണ്. അവിടെ ഈ സഹോദരന്മാർ അവിടെ കാത്തിരിക്കേണ്ടായിരുന്നു. അത് ഉടുപ്പി അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 6 പൗണ്ട് 6 ഉണ്ടാവില്ലേ? 6 എടുത്തു. ഇറ്റ്സ് എ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ. അതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഇതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 3 പേർ ഷുവർ, ദാറ്റ് ഷുവർ. അല്ല, അന്നത് മാറ്റി. യെസ്, എന്തായാലും എങ്ങനെയാണ് അന്വേഷണ സംഘം ഈ നിഗമനത്തിലേക്ക് എത്തിയത്, മരണം എങ്ങനെയായിരുന്നു, കൊലപാതകം എങ്ങനെയാണ് നിർവഹിച്ചത് എന്ന് സംബന്ധിച്ച വിശദീകരണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവൻ 54,600. 18 ക്യാരറ്റ് ഗ്രാമിന് 5660, പവൻ 45,280. വെള്ളി ഗ്രാം 93, കിലോ 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 PM പൂർണ്ണമാകുന്നു. നമസ്കാരം.
you.